ഇത് ഗുഡ് വൈബ്സിൻ്റെ റോസ് പെറ്റലിൻ്റെ പൗഡറാണ്. വളരെ ഫൈനായിട്ടുള്ള പൗഡറാണ്. നമുക്കിത് വേണമെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചാൽ മതി. ഇത് വന്നിട്ട് ഡെഡ് മഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൗഡറാണ്. ഒരു ക്ലേ ആണ്, ഒരു ടൈപ്പ് ഓഫ് ക്ലേ ആണ്. ആൻഡ് നമുക്ക് അവസാനമായിട്ട് ആവശ്യമുള്ളത് അലോവേര ജെല്ലാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിപ്പോൾ റോസ് പെറ്റൽ ലീവ്സ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, അതായത് നമ്മുടെ പനിനീരുണ്ടല്ലോ, അതായത് റോസ് വാട്ടർ. നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/2 സ്പൂണോളം നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുണ്ട്. ഞാൻ ഇത്ര ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. നമ്മുടെ ക്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലേയിലേക്ക് ഞാൻ അതിൻ്റെ സെയിം പ്രപ്പോർഷനിൽ തന്നെ കുറച്ച് റോസ് പെറ്റലിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ റോസ് പെറ്റലാണെങ്കിലും അത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഈ ഒരു ക്ലേ ആണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും ഒന്ന് ക്ലീൻ ആക്കാനും ഒരു നല്ല ക്ലെൻസറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട നമ്മുടെ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, അലോവേര ജെല്ല് കുറച്ച് മതി. അതായത് കുറച്ചെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന്. ഇപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിരിക്കണം, അത്യാവശ്യം ലൂസും ആയിരിക്കണം, എന്നാൽ അതേ ലെവലിൽ തന്നെ തിക്കും ആയിരിക്കണം. സോ ഇത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഒന്ന് ലെവലായിട്ട് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ചും കൂടെ അലോവേര ജെൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അലോവേര ജെല്ലിൻ്റെ ആവശ്യാനുസരണം വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഒന്ന് ലൂസായി ആ ഒരു ലെവലിലേക്ക് വരുന്നത് വരെ നമുക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് നല്ലപോലെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുകയാണ്. ഇതൊരു ബീച്ചിങ് അങ്ങനൊരു പ്രോസസ്സാണ്. നമുക്ക് കുഞ്ഞ് വിസ്കൊക്കെ കിട്ടുമെങ്കിൽ ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സോ അത് ഞാൻ നല്ലപോലെ ഇളക്കുകയാണ്. ഇളക്കി അവസാനം എല്ലാ കെട്ടും കളഞ്ഞ് ഇപ്പോൾ ഈ ഒരു തിക്ക് പേസ്റ്റ് നമുക്ക് വേണം. ഈ ഒരു തിക്ക് പേസ്റ്റാണ്. ഇതിൽ ഒട്ടും വെള്ളം കൂടാൻ പാടില്ല, വെള്ളം കുറഞ്ഞാലും ഒരുപാട് കുറയാനും പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അത് ഞാനെന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. എൻ്റെ മുഖത്ത് ഞാൻ ഫേസ് മുഴുവൻ വാഷ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം മുഖത്തെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുകയാണ്. ഓൾമോസ്റ്റ് എൻ്റെ കളർ തന്നെയാണ് ആ ഒരു ക്രീമിന് ആ ഒരു സംഭവം. ഒരു അപ്പോൾ ഞാൻ നല്ലപോലെ മൂക്കിൻ്റെ ഭാഗത്ത് നമുക്ക് എവിടെയൊക്കെയാണോ എക്സ്ഫോലിയേറ്റ് ചെയ്യേണ്ടത് ആ ഏരിയയിലൊക്കെ നല്ലപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ കൊടുക്കുക. കാരണം ഇതങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ സുഖമാണ്, വളരെ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ എല്ലാ ഭാഗത്തും, ഇപ്പോൾ ആക്നെ സ്കാർസൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ലതാണ്, വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കിന്നിനെ മുഴുവൻ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ മുഴുവനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ലെയർ കൊടുക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് അതാണിത് സംഭവം. ആൻഡ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ടത് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോച്ചോ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിങ്ങനെ കാണുമ്പോഴാണ് ഇത്ര, പക്ഷേ ഇത് കുറച്ചൊരു ഫെയ്ഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും റിവ്യൂ ചെയ്യാം കേട്ടോ. ഒരു 1 ഡേ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് പോലെ നമുക്ക് ചെയ്യാം, അത് എത്രത്തോളം പെർഫെക്റ്റായിട്ട് ഇരിക്കും എന്നുള്ളത്. ഇത് വെച്ച് കഴിഞ്ഞ ശേഷം നമ്മളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ നമ്മൾ മുഖത്ത് വയ്ക്കുക. മുഖം ഡ്രൈ ആവുന്നത് വരെ മുഖത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് അതിന് ശേഷമുള്ള മുഖം. കണ്ടോ, മുഖം എത്രത്തോളം ക്ലീൻ ആയിട്ടാണ് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. ഞാൻ വെള്ളം കൊണ്ട് മാത്രമാണ് കഴുകിയത്, സോപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ സൂപ്പർ എഫക്റ്റാണ്. ആൻഡ്